ഹലോ, വെൽക്കം ടു സെറ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളറൈസേഷനെ പറ്റിയാണ്. പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് വേവുകളുണ്ട്. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവുകളും പിന്നൊന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവുകളും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനൊരു എക്സാമ്പിളാണ് നമ്മളുടെ സൗണ്ട് വേവ് പോലുള്ള വേവുകൾ. ട്രാൻസ്വേഴ്സ് വേവിന് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം ലൈറ്റ് വേവ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ പോളറൈസേഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ ഒരു ട്രാൻസ്വേഴ്സ് വേവ് മാത്രം കാണിക്കുന്ന ഒരു പ്രത്യേക തരം ഫിനോമിനാണ്. അപ്പോൾ നമ്മളുടെ നാച്ചുറലുള്ള എല്ലാ ലൈറ്റുകളും, ആൾമോസ്റ്റ് എല്ലാ ലൈറ്റുകളും, അതായത് സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ്, അതേപോലെ നമ്മളുടെ ബൾബുകളിൽ നിന്ന് വരുന്ന ലൈറ്റ്, സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് വരുന്ന ലൈറ്റ്, ഈ തരത്തിലുള്ള എല്ലാ ലൈറ്റുകളും അൺപോളറൈസ്ഡ് ലൈറ്റുകളാണ്. ഒരു പോളറൈസർ അല്ലാന്നുണ്ടെങ്കിൽ പോളറോയിഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ലൈറ്റുകളെ പോളറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്താണ്, പോളറൈസ്ഡ് ലൈറ്റ് എന്താണ്, അതാദ്യം പറയാം. അതായത് നമ്മുടെ ഫിഗറിൽ കാണുന്ന പോലെ ഈ വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ സൺലൈറ്റ് ആണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ലൈറ്റ് അത് വരുന്നു, ഒരു പോളറൈസറിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഒരു ഡയറക്ഷനിലുള്ള ആംപ്ലിറ്റ്യൂഡ് മാത്രം ആ പോളറൈസറിൽ നിന്നും പുറത്തു വരും. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു ട്രാൻസ്വേഴ്സ് വേവിന് ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുക, ഒരു കയറ് നമ്മൾ കെട്ടിയിട്ട് ആ കയർ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വേവ് ഉണ്ടാക്കില്ലേ, അതാണ് നമ്മളൊരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സിംപ്ലസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുക. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവ് ഇതാ ഈ ഒരു ടൈപ്പ് വേവാന്ന് വയ്ക്കുക. ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവ് ഇതാ ഇങ്ങനൊരു വേവ് ഉണ്ടായി. ഇവിടെ ഒരു സ്ലിറ്റ്, ഒരു നാരോ സ്ലിറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. ഒരു നാരോ സ്ലിറ്റ് നമ്മൾ ഈ ഓസിലേറ്റ് ചെയ്യുന്ന വേവിൻ്റെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്തു, വെർട്ടിക്കലായി പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ വരും? ഈ സ്ലിറ്റിലൂടെ പാസ് ചെയ്തു പോകും. നേരെ മറിച്ച് ഈ സ്ലിറ്റ് ഇതിന് ഹൊറിസോണ്ടലായാണ് വെച്ചെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡിന് അതിലൂടെ പാസ് ചെയ്യാൻ പറ്റുമോ? സ്ലിറ്റ് ഇങ്ങനെ വെച്ചതിന് പകരം സ്ലിറ്റ് നേരെ അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സ്ലിറ്റ് ഇങ്ങനെ വെച്ചു, അതായത് ഹൊറിസോണ്ടലായി വെച്ചു. വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, സ്ലിറ്റ് ആദ്യം വെച്ചിരുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, സ്ലിറ്റ് വെച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ആ നാരോ സ്ലിറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷന് കടന്നു പോകാൻ പറ്റില്ല. ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് മൊത്തം പോളറൈസേഷൻ്റെ കൺസെപ്റ്റ് വരുന്നത്. അത് ജസ്റ്റ് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് നോക്കി നോക്കൂ, ഇവിടെ പല പ്ലെയിനുകളിൽ പോളറൈസ്ഡ് ആയ പല പ്ലെയിനുകളിൽ നിന്നുള്ള ലൈറ്റുകൾ, അതായത് ഈ വരുന്ന ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇത് റെഡിൽ കാണിച്ചിരിക്കുന്നത് ഒരു ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. അതായത് ആംപ്ലിറ്റ്യൂഡിൻ്റെ വേരിയേഷൻ ഒരു പെർട്ടിക്കുലർ പ്ലെയിൻ. ബ്ലൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു പെർട്ടിക്കുലർ പ്ലെയിൻ. അപ്പോൾ നമ്മളൊരു പോളറൈസർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ പ്ലെയിനിൽ മാത്രമുള്ള വൈബ്രേഷൻ നമുക്ക് പുറത്തു വന്നു. ബാക്കി എല്ലാ പ്ലെയിനിലുള്ള വൈബ്രേഷൻസിനെയും അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിന് ഒരുപാട് വാസ്റ്റായിട്ടുള്ള ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ ഉള്ള ഒരു സാധനമാണ് നമ്മൾ പോളറൈസർ. അതായത് നമ്മളുടെ കണ്ണടകളിലെ ലൈക്ക് കൂളിംഗ് ഗ്ലാസ്സുകളിൽ ഗ്ലെയറുകൾ ഒഴിവാക്കുന്നത് പോളറൈസറിൻ്റെ ഫിനോമിനൻ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ പ്രൈവസി സ്ക്രീൻ ഗാർഡ് പറഞ്ഞിട്ടുള്ളൊരു സ്ക്രീൻ ഗാർഡ് ഉണ്ട്. ആ സ്ക്രീൻ ഗാർഡിൽ പോളറൈസർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആ സ്ക്രീൻ ഗാർഡിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നോക്കിയാൽ മാത്രമേ സ്ക്രീൻ വിസിബിൾ ആവുകയുള്ളൂ, ഡിസ്പ്ലേ വിസിബിൾ ആകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻസ് നമ്മുടെ ഡെയിലി ലൈഫിലേക്കുള്ള ഒരു ഫിനോമിനാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കൂ, എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് വളരെ ലേറ്റായിട്ട് ബേസിക്കായി പറഞ്ഞു. ഇനി അതിൻ്റെ ഡെഫിനേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്താണ് പോളറൈസേഷൻ? ദ ഫിനോമിനൻ ഓഫ് കൺഫൈനിങ് ദ വൈബ്രേഷൻസ് ഓഫ് വേവ് ഇൻ സ്പെസിഫിക് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് മോഷൻ ഈസ് കാൾഡ് ദ പോളറൈസേഷൻ. അതായത് നമ്മളുടെ വേവ് ഓസിലേറ്റ് ചെയ്യുന്നത് സെഡ് ഡയറക്ഷനിലാണെന്ന് വെക്കുക. നമുക്കൊരു വേവ് ഉണ്ട്, വേവ് ഇങ്ങനെ പോകുന്നു,
സെഡ് ഡയറക്ഷനിൽ പോകുന്നൊരു വേവ്, ഇത് നമ്മളുടെ സെഡ് ഡയറക്ഷനാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻസ് ഏതൊക്കെയായിരിക്കും? എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും. അപ്പോൾ ഈ പോകുന്ന വേവിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഡയറക്ഷനിൽ വെച്ചിട്ട് ഏതെങ്കിലും ഡയറക്ഷനിലുള്ള ആംപ്ലിറ്റ്യൂഡിൻ്റെ വേരിയേഷൻസ് അത് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സ്. ഡയറക്റ്റ് ഡെഫിനീഷൻ ഈ വേർഡ്സിൽ എഴുതിയാൽ മതി. ദ ഫിനോമിനൻ ഓഫ് കൺഫൈനിങ് ദ വൈബ്രേഷൻസ് ഓഫ് വേവ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് മോഷൻസ് ഈസ് കാൾഡ് പോളറൈസേഷൻ. അപ്പോൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്, ഇതൊരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ എടുക്കുക, വേവ് പോകുന്നത് സെഡ് ഡയറക്ഷനിലാണ്, നമ്മളുടെ ഓസിലേഷൻ കിടക്കുന്നത് വൈ ഡയറക്ഷനിലാണ്. ഇത് വൈ ഡയറക്ഷനായിട്ട് എടുക്കുക. ഇവിടെയാണ് നമ്മളുടെ ഓസിലേഷൻ കിടക്കുന്നത്. വേവ് പോകുന്നത് സെഡ് ഡയറക്ഷൻ, ഓസിലേഷൻ കിടക്കുന്നത് വൈ ഡയറക്ഷനിൽ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു എക്സ് ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു വൈ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, അത് നമ്മളുടെ പ്ലെയിൻ ഓഫ് പേപ്പർ എന്ന് പറയും. ഇത് വേവ് പോകുന്ന ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ പ്ലെയിൻ ഓഫ് പേപ്പർ, ഇത് വേവുള്ള ഡയറക്ഷൻ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ഡയറക്ഷൻ ഉണ്ടാവും. ആ ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളുടെ ഈ പ്ലെയിൻ ഓഫ് പേപ്പറിലുള്ള ആംപ്ലിറ്റ്യൂഡിൻ്റെ വൈബ്രേഷനാണ്. ഇത് ആംപ്ലിറ്റ്യൂഡിൻ്റെ വേരിയേഷൻ. പ്ലെയിൻ ഓഫ് പേപ്പറിൽ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ വേരിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. പക്ഷേ നമുക്കൊരിക്കലും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനും കൂടി ഇതിന് വൈബ്രേറ്റ് ചെയ്തൂടെ? അതിങ്ങനെയല്ല കാണിക്കുക. അങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പ്ലെയിൻ ഓഫ് പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വൈബ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡോട്ട്സ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇതാ ഇങ്ങനെ. അതായത് ഇത് സെഡ് ഡയറക്ഷനിൽ പോകുന്നൊരു വേവാണ്, ഇങ്ങോട്ടുള്ളത് വൈ ഡയറക്ഷനാണ്, ഇങ്ങോട്ടുള്ളത് എക്സ് ഡയറക്ഷനാണ്, ഇത് വൈ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഡോട്ട് വെച്ച് സൂചിപ്പിക്കുന്നത് ഒരു വൈ പോളറൈസ്ഡ് ആയിട്ടുള്ള വേവിനെ ആയിരിക്കും. വൈ പോളറൈസ്ഡ് എന്ന് പഠിക്കണ്ട, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും. നമ്മളുടെ പ്ലെയിൻ ഓഫ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനൊരു പ്ലെയിൻ ഉണ്ടാക്കും. നമ്മളൊരു പ്ലെയിൻ ഉണ്ടാക്കി, ഈ പ്ലെയിനിലാണ് ലൈറ്റ് മൂവ് ചെയ്യുന്നത്. ഈ ലൈറ്റ് മൂവ് ചെയ്യുന്ന പ്ലെയിനിൽ ആണ് വേരിയേഷൻ, ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഈ ലൈറ്റ് മൂവ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനെ രണ്ട് ടൈപ്പ് പോളറൈസേഷൻസിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ അങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ അതാണിപ്പോൾ താഴെ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു അൺപോളറൈസ്ഡ് വേവ് ആണ്. ഒരു അൺപോളറൈസ്ഡ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇത് ഈ കാണിച്ചിരിക്കുന്ന ആംപ്ലിറ്റ്യൂഡിൻ്റെ വേരിയേഷൻ ആണ്. ഈ ഡയറക്ഷനിൽ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ഷനിലും ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നുണ്ട്. അത് പോളറൈസേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഈ ഡയറക്ഷനിൽ മാത്രം, അതായത് നമ്മളുടെ പ്ലെയിൻ ഓഫ് പേപ്പറിൻ്റെ ഡയറക്ഷനിൽ മാത്രം വേരി ചെയ്യുന്ന ഒന്നും ഇതിന് പെർപെൻഡിക്കുലറായി വേരി ചെയ്യുന്ന മറ്റൊന്നുമായിട്ട് കിട്ടും. ആ രണ്ട് രീതിയിൽ നമുക്ക് പോളറൈസേഷൻ നടത്താം. പോളറോയിഡ് ചേഞ്ച് ചെയ്താൽ മതി. പോളറോയിഡ് അല്ലാന്നുണ്ടെങ്കിൽ പോളറൈസർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കാര്യം. നമ്മളൊരു ലൈറ്റ് എടുക്കുകയാണ്. ലൈറ്റ് എന്താ? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഒരു ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇരുത്തിരിക്കുന്ന ഡയറക്ഷൻ സെഡ് ഡയറക്ഷനാണ്. ലൈറ്റ് ഒരു ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയ മറ്റൊരു ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ ലൈറ്റ് എന്താണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലും വെച്ച് വേരി ചെയ്യുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ലൈറ്റ്. അപ്പോൾ ലൈറ്റിനും പോളറൈസേഷൻ സംഭവിക്കാം.
ലൈറ്റിൻ്റെ പോളറൈസേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് ലൈറ്റിൻ്റെ ഇലക്ട്രിക് വെക്ടറിൻ്റെ, അതായത് ഈ ഇലക്ട്രിക് വെക്ടറിൻ്റെ പോളറൈസേഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചിട്ട് അതേ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ഫോളോ ചെയ്യുക. ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് മൊത്തം പുറത്തെടുക്കാൻ പറ്റും. സോ ചാപ്റ്റർ ത്രൂ ഔട്ട് ലൈറ്റിൻ്റെ പോളറൈസേഷൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സോഡിയം വേപ്പർ ലാമ്പ് എന്നൊക്കെ വിടുന്ന പോലെ വേറെ വേറെ ഡയറക്ഷനിൽ പോളറൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഒരു പോളറൈസറിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ പോളറൈസ് ചെയ്യപ്പെടും. അതായത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുള്ളൂ. അപ്പോൾ അതിനെ പോളറൈസേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ആലോചിച്ച് നോക്കൂ, ആ ഡയറക്ഷനെ എന്താണ് വിളിക്കുക? ആ ഡയറക്ഷന് ഒരു പേരുണ്ട്. ഓക്കെ, അതിന് നമ്മൾ ആക്സിസ് ഓഫ് പോളറൈസേഷൻ എന്ന് പറയും. അത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കാണാറില്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ആക്സിസ് ഓഫ് പോളറൈസേഷൻ, പോളറൈസ് ആക്സിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ താഴെ വന്നിരിക്കുന്നത് ചുമ്മാ വായിച്ചു നോക്കുക. അത് ലൈറ്റ് കമ്മിങ് ഫ്രം സൺ, സോഡിയം വേപ്പർ ലാമ്പ് ആൻഡ് ആൾമോസ്റ്റ് എവറി ലൈറ്റ് അറ്റ് എവറി ഡേ ലൈഫ് ഈസ് അൺപോളറൈസ്ഡ്. എവറി ഡേ ലൈഫിലുള്ള എല്ലാ ലൈറ്റുകളും അൺപോളറൈസ്ഡ് ആണ്, നേരത്തെ പറഞ്ഞ കാര്യം. വി കനോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അൺപോളറൈസ്ഡ് ആൻഡ് പോളറൈസ്ഡ് ലൈറ്റ് യൂസിങ് നേക്കഡ് ഐ. അത് വേറൊരു കാര്യമാണ്. അതായത് അൺപോളറൈസ്ഡ് ലൈറ്റും പോളറൈസ്ഡ് ലൈറ്റും നമ്മളുടെ നേക്കഡ് ഐ കൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പോളറൈസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ അൺപോളറൈസ്ഡ് ആണോ, പോളറൈസ്ഡ് ആണോ, എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ആണോ, സർക്കുലർലി പോളറൈസ്ഡ് ആണോ എല്ലാം പറയാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി, ആ ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പോളറൈസറിനെ നമ്മൾ അനലൈസർ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ നേക്കഡ് ഐ, വി യൂസ് ക്രിസ്റ്റൽസ് ലൈക്ക് കാൽസൈറ്റ്, ക്വാർട്സ്, ടർമലിൻ, നിക്കൽ പ്രിസം ആൻഡ് പോളറോയിഡ്സ്. ദേ ആർ കാൾഡ് പോളറൈസേഴ്സ്. വെൻ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആൻഡ് അനലൈസേഴ്സ് വെൻ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് യൂസ്ഡ് ടു അനലൈസ് ദ ഗിവൺ ലൈറ്റ്. ഓക്കെ, അപ്പോൾ പോളറൈസ്ഡ് ലൈറ്റ് ആണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽസ് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ആ മെറ്റീരിയൽസിനെ പോളറൈസർ എന്ന് വിളിക്കും. ഈ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ പോളറൈസേഷൻ അനലൈസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതേ മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അതിനെ നമ്മൾ അനലൈസർ എന്ന് വിളിക്കും. ഈ പോളറൈസറായിട്ടും അനലൈസറായിട്ടും ആക്ട് ചെയ്യുന്നത് ഒരേ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ്. ഓക്കെ,